നമസ്കാരം. കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ സഖാത്തിയെ രക്ഷിക്കാനുള്ള തലപുകഞ്ഞ ആലോചനകളാണ്. കേസിൽ അഡ്വക്കേറ്റ് ശ്രീകുമാറിന്റെ ചതിയെ തുടർന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ അഭിഭാഷകനെ മാറ്റിയിരുന്നു. ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ കെ രാംകുമാറാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. കേസിലെ അപ്പീലിൽ CBI അന്വേഷണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം എന്നതിലുപരിയായി ക്രൈംബ്രാഞ്ച് അന്വേഷണം താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് മഞ്ജുഷ വ്യക്തമാക്കിയതോടെയാണ് കേസിൽ നടന്ന ചതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. മുതിർന്ന അഭിഭാഷകനെ ശ്രീകുമാറിനെയാണ് കേസ് ഏൽപ്പിച്ചിരുന്നത്. CBI അന്വേഷണം എന്ന ഒറ്റ ആവശ്യം മാത്രമായിരുന്നു ഹർജിയിലുണ്ടായിരുന്നത്. എന്നാൽ ഇവിടെയാണ് ഹർജിക്കാരിയുടെ താൽപര്യത്തിന് വിരുദ്ധമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യം അഭിഭാഷകൻ ഉന്നയിച്ചത്. ഇത് കേസിലെ അട്ടിമറി ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. നേരത്തെ അപ്പീൽ വിധി പറയാൻ മാറ്റിയിരുന്ന ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ അഭിഭാഷകൻ മാറിയതിനെ തുടർന്ന് വീണ്ടും വിശദമായ വാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റുകയായിരുന്നു. CBI അന്വേഷണാവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്നാണ് മഞ്ജുഷ അപ്പീൽ നൽകിയത്. നരഹത്യാ സാധ്യത മുൻനിർത്തിക്കൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമാണ് അപ്പീലിലെ വാദം. കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് SIT അന്വേഷിക്കുന്നില്ല. നിലവിലെ അന്വേഷണം തെറ്റായ ദിശയിലാണ് എന്നും അന്വേഷണം CBIയെ ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. 2024 ഒക്ടോബർ 15 നവീൻ ബാബുവിന്റെ മരണം. നരഹത്യാ സാധ്യതയും അന്വേഷിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി അറിയിച്ചു. ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല എന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ട് എന്നും ആരോപിച്ചാണ് അപ്പീൽ. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത് എന്നും അപ്പീലിൽ പറയുന്നു. എന്തായാലും കേസിൽ കെ രാംകുമാറിന്റെ കടന്നുവരവോടുകൂടി CBI അന്വേഷണം എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ കോടതി കേസ് ഡയറി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേസ് ഡയറി ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ എത്തുന്നതോടുകൂടി അന്വേഷണത്തിലെ പൊരുത്തക്കേടുകളും കള്ളക്കളികളും കോടതിക്ക് ബോധ്യമാകും എന്നുറപ്പ്. കൃത്യമായ തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ തയ്യാറാവാതെ തീർത്തും അപൂർണമായൊരു അന്വേഷണം മാത്രമാണ് ഈ കേസിൽ ഇതുവരേക്കും പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് എന്ന് ബോധ്യമാവുന്നതോടുകൂടി ഹർജിക്കാരിയുടെ CBI എന്ന ആവശ്യം കഴമ്പുള്ളതാണ് എന്ന് കോടതിക്ക് ബോധ്യമാകേണ്ടതാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായും കണ്ണൂരിലെ അധികാര സപ്രപഞ്ചത്തിൽ കഴിയുന്ന ദിവ്യയ്ക്കും കൂട്ടാളികൾക്കും ഇനി ഉറക്കമില്ലാത്ത നാളുകളാവും. ഈ കേസിൽ CBI എത്തിയാൽ തീർച്ചയായും കണ്ണൂരിലെ പല വമ്പന്മാർക്കും പിടിവീഴും. വഴിവിട്ട സമ്പാദ്യങ്ങളും മണ്ണ് മാഫിയ ബന്ധങ്ങളുമെല്ലാം പുറത്തു ചാടും. അതുകൊണ്ട് തന്നെ AKG സെന്ററിൽ വെച്ച് പൂട്ടിക്കെട്ടിയ നവീൻ ബാബുവിന്റെ കേസ് ഡയറി പലരുടെയും തലവര മാറ്റിക്കുറിക്കും എന്നുറപ്പ്.